ഹൈ ബഡ്ജറ്റ് ഹോളിവുഡ് മൂവീസ് ആയിട്ടുള്ള മമ്മി, ഗ്ലാഡിയേറ്റർ, ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെ 20-ന് മേലെ ഹോളിവുഡ് ചിത്രങ്ങളാണ് ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു മനുഷ്യൻ മാത്രമാണ് റിയൽ, ബാക്കിയൊക്കെ ഗ്രാഫിക്സ് ആണ്. എന്നാൽ നേരെ തിരിച്ചാണ്, ഇതിലെല്ലാം റിയൽ ആണ്, ആ ഒരു മനുഷ്യൻ AI ആണ്. മരാക്കഷ് ട്രാവൽ ചെയ്യുന്നവർക്ക് 1 ഡേ കൊണ്ട് വിസിറ്റ് ചെയ്യാവുന്ന മൊറോക്കോയിലെ തന്നെ വൺ ഓഫ് ദി മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നറിയപ്പെടുന്ന ഐത്ത് ബിൻ ഹദ്ദോയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. മരാക്കഷിൽ നിന്നും 180 കിലോമീറ്റർ അഥവാ 3 മണിക്കൂറിനടുത്ത് ഡ്രൈവാണ് ഐത്ത് ബിൻ ഹദ്ദോയിലേക്ക് വരുന്നത്. നമ്മൾ പോകുന്ന വഴിയിലാണ് നോർത്തേൺ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടനായ അറ്റ്ലസ് മൗണ്ടൻ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റിൽ അവർ നമുക്ക് നിർത്തി തരുന്നുണ്ട്. അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മൗണ്ടൻ അല്ല, 2500 കിലോമീറ്ററിൽ ഒത്തിരി മൗണ്ടൻസ് ആണ്. അപ്പൊ അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന വെള്ള വാനുകളൊക്കെ തന്നെ മരാക്കഷിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഐത്ത് ബിൻ ഹദ്ദോയിലേക്കുള്ള ഡേ ട്രിപ്പ് പോകുന്ന ടൂറിസ്റ്റുകളുമായിട്ട് വന്ന വാനുകളാണ്. ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ആർഗൺ ഓയിൽ ഇത് ഉണ്ടാക്കുന്നത് നോർത്തേൺ ആഫ്രിക്കൻ രാജ്യങ്ങളായ മൊറോക്കോ, ടുണീഷ്യ, അൾജീരിയ എന്നീ 3 രാജ്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് മൊറോക്കോയിലെ ലേഡീസ് ചേർന്ന് നടത്തുന്ന ഗവൺമെന്റ് സപ്പോർട്ടായിട്ടുള്ള ആർഗൺ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ടൂറിസ്റ്റുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റീവ് സ്ഥാപനത്തിലാണ്. ഇവരത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിന്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ അവരുടെ പ്രൊഡക്ട്സ് അവർ സെല് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് നിന്ന് മേടിക്കാവുന്നതാണ്. മൊറോക്കൻ ലേഡീസിന്റെ ഒരു മെയിൻ വരുമാന മാർഗമാണ് ഈ ഒരു ആർഗൺ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഇ, ആന്റി ഓക്സിഡൻസ്, ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം തന്നെ നാച്ചുറലി അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ് ആർഗൺ ഓയിൽ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഓയിലുകളിൽ ഒന്നാണ് ആർഗൺ ഓയിൽ. അങ്ങനെ നമ്മുടെ മെയിൻ ലൊക്കേഷൻ ആയിട്ടുള്ള ഐത്ത് ബിൻ ഹദ്ദോയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. എന്താണ് ഐത്ത് ബിൻ ഹദ്ദോ, എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോർത്തേൺ ആഫ്രിക്കയിലെ ഏറ്റവും പഴയ ആളുകളാണ് ബെർബർ എന്ന് പറയും. ഇവർ താമസിച്ചിരുന്ന ഒരു വില്ലേജ് ആണ് ഐത്ത് ബിൻ ഹദ്ദോ. ഈ ഒരു വില്ലേജിലെ വീടുകൾ അവർ നിർമ്മിച്ചിട്ടുള്ളത് സാധാ മണ്ണും വൈക്കോലും മാത്രം വെച്ചിട്ടാണ്. അത് മാത്രമല്ല, നേരിട്ടല്ലെങ്കിലും ഈ ഒരു ലൊക്കേഷൻ നമ്മളിൽ എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഹൈ ബഡ്ജറ്റ് ഹോളിവുഡ് മൂവീസ് ആയിട്ടുള്ള മമ്മി, ഗ്ലാഡിയേറ്റർ, ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെ 20-ന് മേലെ ഹോളിവുഡ് ചിത്രങ്ങളാണ് ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പല ലൊക്കേഷൻസും നമുക്ക് ഒത്തിരി കണ്ട് ഫെമിലിയർ ആയിട്ടുള്ളതായിട്ട് തോന്നും. ഇന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. എന്നാൽ പോലും ബെർബർ ഫാമിലിയിൽപ്പെട്ട ഒത്തിരി ആളുകൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി ആളുകളൊക്കെ ഇവിടുന്ന് മാറിപ്പോയി. എന്നാലും ബെർബർ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇതിലൂടെ നടക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ലൊരു മഴ പെയ്താൽ ഇത് ഒലിച്ചു പോകൂലേ എന്നാണ്. കാരണം ചെളിയും വൈക്കോലും മാത്രമാണത്. എന്നാൽ സഹാറ മരുഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം എന്ന രീതിയിൽ ഇവിടെ മഴ വളരെ റെയറായിട്ട് മാത്രമേ പെയ്യുള്ളൂ. അതും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പെയ്യുന്ന പോലെ ഒരു മഴയൊന്നും ഒരിക്കലും ഇവിടെ പെയ്യില്ല. നമ്മൾ ഈ ഒരു വില്ലേജിലേക്ക് വന്നത് ഒരു പുഴ ക്രോസ് ചെയ്തിട്ടാണ്. ആ ഒരു പുഴ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ കുറച്ച് വെള്ളം മാത്രമേ ആ ഒരു പുഴയിലുള്ളൂ. ബെർബർ ഫയർ ആർട്ട് അല്ലെങ്കിൽ പൈറോ അക്വറൽസ് എന്നറിയപ്പെടുന്ന മൊറോക്കൻ ഫയർ പെയിന്റിംഗ് ചെയ്യുന്ന ഒത്തിരി കലാകാരന്മാരെ നമുക്ക് ഐത്ത് ബിൻ ഹദ്ദോ ഏരിയയിൽ കാണാൻ സാധിക്കും. നേച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ചായപ്പൊടി, പഞ്ചസാര, കുങ്കുമം എന്നിങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നത്.
കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകും കാരാമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് പഞ്ചസാര ചൂടാക്കുന്ന സമയത്ത് അതിനൊരു കളർ മാറ്റം വരും. പിന്നെ അതിന് മറ്റ് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചായപ്പൊടി, കുങ്കുമം ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വില്ലേജിലേക്ക് വന്നത് ഒരു പുഴ ക്രോസ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ തിരിച്ച് നമ്മൾ പോകുന്നത് പാലം വഴിയാണ്. പുഴയിൽ വെള്ളമുള്ള സമയമാണെങ്കിൽ പാലത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു വില്ലേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വിന്റർ ടൈമിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ലൊക്കേഷനാണ് ഐത്ത് ബിൻ ഹദ്ദോ. തണുപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇയർലി 300 ദിവസത്തിൽ കൂടുതൽ ഇവിടെ സണ്ണി ആയിരിക്കും. സഹാറ മരുഭൂമിയുമായി ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ പീക്ക് സമ്മർ സീസണിൽ 45 തൊട്ട് 50 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും മൊറോക്കോ വിസിറ്റ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് വിന്റർ ആണ്. ഏകദേശം 4 മണിക്കൂറാണ് ഐത്ത് ബിൻ ഹദ്ദോ മൊത്തം നടന്നു കാണാൻ വേണ്ടി നമ്മൾ എടുത്തത്. ലഞ്ചിന്റെ ടൈം ആയപ്പം ഗൈഡ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ഇങ്ങനെയുള്ള ഡേ ട്രിപ്പിൽ ലഞ്ച് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ടൂറിസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റിൽ മാത്രമേ അവർ നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. പിന്നെ അവർക്കും അതിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മളെ കൊണ്ടുപോകുന്നത് കൊണ്ട്. ഈ ഒരു ഡേ ട്രിപ്പിൽ നമ്മളെ മെയിൻ ലൊക്കേഷൻ ഐത്ത് ബിൻ ഹദ്ദോ ആയിരുന്നു. അങ്ങനെ അതൊക്കെ നടന്ന് കണ്ട് ലഞ്ചൊക്കെ കഴിച്ച് ഒരു ടയേർഡായ ഒരു ടൈമിലാണ് അവർ അറ്റ്ലസ് സ്റ്റുഡിയോസിന്റെ മുന്നിൽ വണ്ടി നിർത്തുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കയറി കാണാം, അല്ലാത്തവർക്ക് വണ്ടിയിലിരിക്കാം എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റും എന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ വണ്ടിയിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയനെ എന്ന് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അറ്റ്ലസ് സ്റ്റുഡിയോസ്. ഇതിനകത്ത് ഓരോ ഏരിയയും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കൺട്രി പോലെയാണ്. ഈജിപ്ഷ്യൻ, റോമൻ, അങ്ങനെ പല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോകത്തിന്റെ എല്ലാ കോണിന്റെയും ഒരു മിനി വേർഷൻ തന്നെ ഇതിനകത്തുണ്ട് എന്ന് പറയാം. ഇതിന്റെ എൻട്രൻസിന് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം ഗൈഡ് വേണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ ഗൈഡ് ഉള്ള ടിക്കറ്റാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു നമുക്കിത് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം ആ ഒരു ഗൈഡിന്റെ പ്രസന്റേഷൻ സ്കില്ലാണ്. ഇരുന്നൂറിന് മേലെ ചിത്രങ്ങളാണ് ഈ ഒരു സ്റ്റുഡിയോസിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം മൊറോക്കോ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കൺട്രിയാണ്. എയർ ട്രാഫിക് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ വിശാലമായ ഡെസേർട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രീൻ കർട്ടന് പകരം ബ്ലൂ സ്കൈ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ കാണുന്നത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആഡാണ്. ഈ ഒരു ആഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു മനുഷ്യൻ മാത്രമാണ് റിയൽ, ബാക്കിയൊക്കെ ഗ്രാഫിക്സ് ആണ്. എന്നാൽ നേരെ തിരിച്ചാണ്. ഇതിലെല്ലാം റിയൽ ആണ്. ആ ഒരു മനുഷ്യൻ AI ആണ്. നമ്മൾ ഈ ഒരു സ്ഥലം കണ്ട് ആ ഒരു ആഡ് കണ്ടിട്ട് വണ്ടർ അടിച്ചു പോയി. കാരണം അത്രയും ഇമാജിനേഷൻ പവറാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മൊറോക്കൻ യാത്രാവിശേഷങ്ങൾ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു മൊറോക്കൻ യാത്രയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.